എന്തായാലും നല്ല മഴ സമയത്താണ് കേട്ടോ ഞാൻ നാട്ടിലെത്തിയത്. അങ്ങനെ വീടിനകത്തിരുന്ന് മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ എന്നോട് വന്ന് പറഞ്ഞത് ആക്ക് പുറത്തിറങ്ങി മഴ ആസ്വദിക്കണം എന്ന്. അത് വേറെ ആരുമല്ല, നമ്മുടെ വീട്ടിലെ ശംഖു. അപ്പോൾ ഞാൻ പറഞ്ഞു വീടിനകത്തിരുന്ന് ആസ്വദിച്ചാൽ പോരെ, വെറുതെ പുറത്തിറങ്ങി പനി വല്ലതും പിടിച്ചിട്ട് അമ്മയുടെയും അമ്മമ്മയുടെയും കയ്യിൽ നിന്ന് നമ്മൾ വഴക്ക് വാങ്ങണോ? അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ആഗ്രഹമല്ലേ, ഒന്ന് സാധിച്ചിരുന്നു. പിന്നെ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ സാധിച്ചു കൊടുക്കണം. എൻ്റെ ദൈവമേ, ഇത് കഴിഞ്ഞ് അടി കിട്ടുമോ എന്ന് അറിയത്തില്ല, അല്ലെങ്കിൽ വഴക്ക് കിട്ടുമോ എന്ന് അറിയത്തില്ല, അവൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ് അവൻ ആഹ്ലാദം കൊണ്ട് വെയ്യായിരുന്നു. അവൻ കുടയൊക്കെ മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ശംഖു, റിസ്ക് എടുക്കണ്ട, പനി വല്ലതും വന്നാലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മഴയത്ത് മാക്സിമം, ഞാനല്ല കേട്ടോ, അവൻ മാക്സിമം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനും വിചാരിച്ചു പാവം എൻജോയ് ചെയ്തിട്ട് ഒരാഗ്രഹമല്ലേ. അത് കഴിഞ്ഞിതാ ഈ സംഭവത്തിൽ നമ്മൾ താമരയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അവസ്ഥയൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾ വീണ്ടും ഒരു നടക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചായ കുടിക്കാൻ പോയി. മഴയത്ത് ചായ മസ്റ്റ് ആണല്ലോ. പക്ഷെ ശംഖു ഇതുവരെ കയറിയിട്ടില്ല. അവനങ്ങ് എൻജോയ് ചെയ്യുക. കുഞ്ഞുങ്ങളല്ലേ, മഴയും എല്ലാം അങ്ങ് എൻജോയ് ചെയ്യട്ടെന്ന് ഞാനും കരുതി.